2007 തുടക്കത്തിൽ ഞാൻ ദുബൈയിൽ ഒരു കമ്പനിയുടെ HR ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ജോലിക്ക് കയറി ഞാൻ അവിടെ കുറച്ച് പെൻഡിങ് കേസ് എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഒരു പഞ്ചാബിയുടെ കേസ് ഞാൻ കണ്ടത്. അവനൊരു 1.5-2 മാസമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഐസൊലേഷൻ സെല്ലിലായിരുന്നു. പുതുതായിട്ട് നാട്ടിൽ നിന്ന് വന്നാണ്, HIV പോസിറ്റീവായി ഹോസ്പിറ്റലിൽ അവിടെയാണ്, അവരവിടെ സെല്ലിലിട്ട് അടച്ചിരിക്കുകയാണ്. അന്ന് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ബൂം ചെയ്തിട്ട് അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ കമ്പനി ഒരു 3-4 സൈറ്റിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം 3 ഷിഫ്റ്റിൽ 24 hours രാത്രിയും പകലും ഇല്ലാതെ ഫുൾ ടൈം വർക്കാണ്. അപ്പോൾ ലേബേഴ്സിൻ്റെ ഭയങ്കര ഷോർട്ടേജ് ഉണ്ട്. അപ്പം എല്ലാ 2 ആഴ്ചയ്ക്കുള്ളിൽ 50-100 പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതലും വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ വന്ന ഒരു ബാച്ചിൽ നിന്നാണ് 60 പേരെന്തോ ഉണ്ടായിരുന്ന ഒരു ബാച്ചിൽ നിന്ന് അവർ വന്ന്. അപ്പോൾ റെസിഡൻറ്റ് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് മെഡിക്കൽ ഫിറ്റ്നസ് വേണം. അപ്പോൾ മെഡിക്കൽ ചെക്കപ്പിന് പോയി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ യവനെ മാത്രം ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോഴത്തേക്ക് അവരെ പിടിച്ച് സെല്ലിലിട്ടു കൂട്ടിയിട്ട് പറഞ്ഞു അവൻ HIV പോസിറ്റീവാണ്, ഡിപ്പോർട്ട് ചെയ്യണം, അപ്പോൾ ടിക്കറ്റ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം കമ്പനി അവന് സപ്ലൈ ചെയ്ത കോൺട്രാക്ട് കൊടുത്തിരുന്ന വേറെ ആളാണ്, അവരോട് പറഞ്ഞു അവന് ടിക്കറ്റ് ഡീറ്റെയിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കമ്പനി കൊടുക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കത്തിലിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു 1.5 മാസം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് HR ഒരാൾ മാറി, ഞാൻ അവിടെ കയറി. അപ്പം ഞാൻ കമ്പനിയുടെ ജനറൽ മാനേജർ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കണ്ട, അവർ നമ്മുടെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല, നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല, ഒന്നും നമ്മളിൽ വന്നിട്ടില്ല, അതുകൊണ്ട് കോൺട്രാക്ട് മറ്റവർക്കാണ് കൊടുത്തിട്ടില്ല, അവരടുത്ത് പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റും. ഞാൻ അവരടുത്ത് പറഞ്ഞപ്പോൾ അത് ഡൽഹിക്കാരനാണ്, അവനെ വിളിച്ചപ്പോൾ അവൻ ഡൽഹിക്കാരൻ. അവൻ പറയുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ആൾ തന്നു കഴിഞ്ഞു, പിന്നെ നിങ്ങളുടെ കാര്യം. അവർ രണ്ടുപേരും ഒരു രീതിയിൽ അടുക്കുന്നില്ല. അപ്പം ഞാനങ്ങനെ നേരെ അവിടെ പോയി, ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞ് മലയാളി നഴ്സുമാരൊക്കെ വന്നിട്ട് പറഞ്ഞു അവൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്, എപ്പോഴും കരച്ചിലും നിലവിളിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ കമ്പനിയുടെ ആളാണെന്ന്, ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നു, കമ്പനിയുടെ ആളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ കാര്യം സംസാരിക്കുമ്പോൾ അവനൊരു 1.25 ലക്ഷം രൂപ നാട്ടിൽ നമുക്ക് തന്ന ഏജന്റിന് കൊടുത്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വന്നത്. വന്നിട്ട് ജോലിക്ക് പോയില്ല, ഒന്നും ഒരു കാശും ഉണ്ടാക്കിയില്ല. വന്ന് 2 ദിവസം കഴിഞ്ഞ് നേരെ സെല്ലിലായി. അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതി, ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു, ഞാൻ ഈ ലേബർ സപ്ലൈ കാരനെ വിളിച്ചു, അവൻ്റെ നമ്പർ അവിടെ നിന്നെടുത്ത് അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ആൾ തന്നു കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക. പറഞ്ഞു ഒരു വിധത്തിൽ അവർ ചെയ്യുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അവൻ്റെ ഒരു 1.25 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു മണിക്കൂറിനകത്ത് നീ തീരുമാനം എടുക്ക്, 1 മണിക്കൂറിനകത്ത് നീ തീരുമാനം അറിയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ ഞാൻ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യും, നീ കാശ് വാങ്ങിയ ഡീറ്റെയിൽ ഉൾപ്പെടെ അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എടുപ്പിക്കും, എല്ലാം ഞാൻ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യും, ഇനി സംസാരമൊന്നുമില്ല, 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ പറഞ്ഞില്ല പറ്റില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് കൊണ്ട് കൊടുത്തു, അങ്ങനെ അവൻ പോയി. ഞാനിപ്പോൾ ഇത് ആലോചിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ജോലിക്ക് പകരം ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവൻ ഈ പ്രശ്നം വരില്ലായിരുന്നു, ഈസി ആയിട്ട് അവൻ കല്യാണം കഴിക്കായിരുന്നു. അവൻ ദുബായിൽ വരാതിരിക്കുകയും ഈ ജോലിക്ക് ട്രൈ ചെയ്യാതെ പകരം 18 വയസ്സേ ഉള്ളൂ, പകരം അവനൊരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഇല്ല, അവന് സുഖമായിട്ട് കല്യാണം കഴിക്കാമായിരുന്നു. നമ്മുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഒരു മെഡിക്കൽ ഫിറ്റ്നസ്, ഒരു ഹെൽത്ത് ഫിറ്റ്നസ് അങ്ങനെ ഒരു എനിക്കിങ്ങനെ തോന്നി. കാരണം ഇന്ന് രാവിലെ ഞാൻ കേട്ടൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ HIV പോസിറ്റീവിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്ന ഒന്നാണ്. അപ്പം അറിയുന്നവർ, അപ്പം പോസിറ്റീവ് ആവുന്നവരൊന്നും വെളിയിൽ പറയാറില്ല, പക്ഷെ ലാബുകളിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ ബേസിലാണ് ഇന്നത്തെ ഒരു വാർത്ത ഞാൻ രാവിലെ കേട്ടത്. അത് കേരളത്തിൽ HIV പോസിറ്റീവുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പം നമ്മൾ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോപ്രായങ്ങൾ വരുന്നുണ്ട്, ഓരോരോ പുതിയ കോപ്രായങ്ങൾ 6 മാസത്തിലൊക്കെ വരും. പിന്നെ കല്യാണത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് ഇത്തരം കോപ്രായങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അതെല്ലാം നെഗറ്റീവാണ്. പക്ഷെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം, ഒരു മാൻഡറ്ററി ആയിട്ട് ജസ്റ്റ് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് മാരേജിന് മുമ്പായിട്ട് 2 കൂട്ടം ഒരു പാർട്ടിയുടെ മാത്രം ചോദിക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. ഇതാണ് ഞങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ്, അതുപോലെ നിങ്ങളും തരിക ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ലാബിൽ നിന്നുള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. 2 കൂട്ടരും കല്യാണത്തിന് മുമ്പ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ആലോചിച്ചു. ഇങ്ങനെ രാവിലെ ആ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഈ ദുബായിലെ കാര്യവും ആലോചിച്ചു, ഇങ്ങനെ ഒരു കാര്യവും ആലോചിച്ചു. അപ്പം ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ്.